ഡിയർ ഫ്രണ്ട്സ്, ക്യാം ഡോക്ടറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് പറയാനുള്ളത് ഒരു സോണിയുടെ കാംകോഡർ സംബന്ധമായിട്ടാണ്. അതിൻ്റെ റെക്കോർഡിംഗ് മീഡിയം DVD ആണ്. നമുക്കറിയാവുന്ന പോലെ കാസറ്റ്, മെമ്മറി കാർഡ്, DVD, ഹാർഡ് ഡിസ്ക് ഇതൊക്കെയാണ് റെക്കോർഡിംഗ് മീഡിയമായിട്ട് എല്ലാം യൂസ് ചെയ്യുന്നത്. ഈ ക്യാമറയിൽ DVD ഡിസ്ക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് നേരത്തെ വന്നു. ഇപ്പം DVD ഡിസ്കിന് വലിയ പ്രാധാന്യമില്ല. അങ്ങനെ DVD ഡിസ്കുള്ള മോഡൽ ഇപ്പോൾ അവൈലബിൾ അല്ലെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇതിൽ വരുന്ന കോമൺ ഫോൾട്ടുകൾ വിവരിക്കാം. ഇത് സോണിയുടെ നല്ലൊരു ക്യാമറയാണ്. ഇതിന് LCDയുടെ മോണിറ്റർ, അതിൻ്റെ ഹിഞ്ചസ് അവിടെ അതെന്തോ ബ്രേക്ക് ആയിട്ടുണ്ട്. കൂടാതെ അതിനകത്തുള്ള സ്ട്രിപ്പ്, ഈ ഫ്ലെക്സിബിൾ കേബിൾ അത് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഫോൾട്ടാണ് ഇതിൽ. കൂടാതെ മറ്റ് ചില ഫോൾട്ടുകളൊക്കെ വന്നിട്ട് കിട്ടാറുണ്ട്. മിക്കവാറും ഇതിൻ്റെ ഈ DVD പിക്കപ്പ്, ലേസർ എമിറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ട് അത് വീക്കായിട്ട് റെക്കോർഡാവാത്ത പ്രശ്നം വരാറുണ്ട്. അങ്ങനെ വന്നാൽ അത് മെക്കാനിസം ടോട്ടൽ അഴിച്ചെടുത്തിട്ട് അത് മാറ്റണം. പിന്നെ പവർ സപ്ലൈയിലുള്ള ഫോൾട്ടാണ് വരാറ്. പവർ സപ്ലൈക്ക് അനേകം ഫ്യൂസുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണുന്ന പോലെ ആ വൈറ്റ് ഷീറ്റിനകത്ത് ആ ഫ്യൂസിൻ്റെ നമ്പറുകളും കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ വല്ലതും ചെക്ക് ചെയ്ത് നോക്കിയാൽ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ഫോൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. കമ്പനി വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ഇപ്പോൾ അഴിച്ചെടുത്തു. ഇതിനകത്ത് ഈ ഫ്ലെക്സിബിൾ കേബിൾ എന്ന് പറയുന്നതാണ് കാണുന്നത്. അത് ചെറുതായിട്ട് അതിനുള്ള ബ്രേക്ക് ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് മാറ്റുക. പിന്നെ ഇതിന് സൗണ്ടിന് ഫോൾട്ട് വരാൻ സ്പീക്കർ നിങ്ങൾക്ക് അയക്കുമ്പോൾ തന്നെ കാണാം. നമുക്ക് സ്പീക്കർ കേടാവാറുണ്ട്. അതൊക്കെ വളരെ ഈസി ആയിട്ട് അയച്ച് മാറ്റാൻ പറ്റും. സ്പീക്കർ കേടുണ്ടെങ്കിൽ ഫോൾട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാനും വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ ചില സെക്ഷനിൽ വരുന്ന പവർ സപ്ലൈ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം സൗണ്ട് വരാതിരിക്കും, അല്ല സൗണ്ട് റെക്കോർഡ് ആകാതിരിക്കും. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് ആ ഫ്യൂസുകൾ പരിശോധിച്ച് പോയ ഫ്യൂസ് മാറ്റിയാൽ മതിയാവും. ചിത്രത്തിൽ കാണുന്നത് സ്പീക്കറിൻ്റെ ഭാഗം അതിനകത്ത് കാണാം. പിന്നെ ഈ ഫ്ലെക്സിബിൾ കേബിൾ ഇവിടെ വന്നിട്ട് ഇത് മെയിൻ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇത് വെച്ച് മാറ്റണമെങ്കിൽ അതിൻ്റെ ഹിഞ്ചസ് അഴിച്ചെടുത്ത് അതിൻ്റെ മുകളിൽ ചുറ്റി വെച്ച ഒരു മെത്തേഡിലുള്ള ചുറ്റാണിത്. അത് അഴിച്ചെടുത്ത് വേറെ പുതിയ ഒരു ഫ്ലക്സ് മാറ്റി പ്ലേറ്റ് സ്റ്റീലിൻ്റെ ഭാഗം അഴിച്ചെടുത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ആ പ്ലേറ്റ് അഴിച്ച് അതിനോടൊപ്പം തന്നെ ഒരു ചേഞ്ച് ഓവർ സ്വിച്ച് കിടപ്പുണ്ട്. അത് കാണിച്ചു തരാം. ആ സ്വിച്ച് പ്രോപ്പറായിട്ട് ഇരുന്നില്ലെങ്കിൽ മോണിറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് മോണിറ്ററിലേക്ക് പിക്ചർ സ്വിച്ച് ആവുകയില്ല. അതൊരു ചേഞ്ച് ഓവർ സ്വിച്ചാണ്. ഇതിൽ EVF-ഉം അതോടൊപ്പം തന്നെ മോണിറ്ററും രണ്ടും ഉള്ളത് സൗകര്യപ്രദമാണ്. അതിന് ഇത് തുറക്കുന്ന സമയത്ത്, മോണിറ്റർ തുറക്കുന്ന സമയത്ത് ചിത്രത്തിൽ കാണുന്ന ആ പോയിൻ്റാണ് ഇതിൻ്റെ ഫ്ലെക്സിബിൾ കേബിളിന് പൊട്ടിയ പോയിന്റ്. അവിടെ ഒരു വളരെ നേരിയൊരു ക്രാക്ക് ഉണ്ട്. അത് കാരണം പിക്ചർ ബ്ലാങ്ക് ആണ്. ഈ ഫ്ലക്സ് വേറെ പുതിയത്, ഇതാണ് പുതിയ ഫ്ലക്സ്. അത് കാണിച്ച മാതിരി അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുന്ന പോയിന്റുകളുണ്ട്. ഇതുപോലെ ആ പഴയതുപോലെ തന്നെ ഒട്ടിച്ച് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഹിഞ്ചസിനകത്ത് ഫിക്സ് ചെയ്യണം. സംഭവം അയക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ എളുപ്പമാണ്. ശ്രദ്ധയില്ലാതെ അയച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസം. അതാണ് എൻ്റെ ഉരുക്കിയെടുക്കുന്ന മെത്തേഡാണ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ ഇതേ മോഡൽ, ഇതിപ്പോൾ 800 മോഡലാണ്. 801, 805, 808 ഇതൊക്കെ ഏതാണ്ട് കോമൺ ആയിട്ട് വരുന്ന സിസ്റ്റങ്ങളാണ്. ഇതിലുള്ള വ്യത്യാസങ്ങളും വെച്ചാൽ അതിൻ്റെ ക്യാമറ സെക്ഷനിലുള്ള സൂമിങ്ങിൻ്റെ പവർ, അതുപോലെ തന്നെ മറ്റുള്ള DVD-യുടെ സ്പീഡ്, ഇതിൻ്റെയൊക്കെ വ്യത്യാസമാണ്. ബാക്കിയെല്ലാം ഒരുപോലെ തന്നെ. ഏതാണ്ട് ഒരു 10 മോഡൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഓർമ്മ ശരിയാണെങ്കിൽ. ഇതിനകത്ത്
ആ മോണിറ്ററിൻ്റെ സ്ക്രൂ അഴിക്കാൻ വേണ്ടിയാണ് ആ ഭാഗം അഴിച്ചപ്പോൾ എളുപ്പമാണ്. ഇതിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് മെമ്മറി കാർഡിൻ്റെ സ്ലോട്ടാണ്. മെമ്മറി കാർഡ് സോണിയുടെ പ്രോ മോഡൽ കാർഡാണ്. സ്റ്റിൽ ഫോട്ടോസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്വിച്ചാണ് ആ കാണുന്നത്. ഇതാണ് സ്വിച്ച്. ഈ സ്വിച്ച് ചില സമയത്ത് കൃത്യമായിട്ട് ഫിക്സിങ്ങിൽ മിസ്റ്റേക്ക് വന്നാലും അല്ലെങ്കിൽ സ്വിച്ച് ഉടക്കി നിന്ന് പോയാലൊക്കെ മോണിറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കഴിക്കുമ്പോഴും ഫിറ്റ് ചെയ്യുമ്പോഴും ഒക്കെ. കാണുന്ന ഗ്രൂവ് പോലത്തെ ആ സ്ഥലത്ത് കൂടി തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോയിന്റ്, ആ സ്വിച്ചിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കിടക്കുന്നുണ്ട്. ഈ അവിടെ പ്ലേസ് ചെയ്യുന്ന രീതി അങ്ങനെയാണ്. ഇതിനിടയിൽ കൂടി സ്വിച്ചിൻ്റെ മോണിറ്റർ തുറക്കുന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പോയിന്റ് വന്നിട്ട് ആ സ്വിച്ചിനെ കട്ട് ചെയ്യുന്നു. ക്യാമറ വളരെ ക്ലിയറാണ്. DVD ഡിസ്ക് അവൈലബിൾ ആണോന്ന് അറിയില്ല, വേറെ ആയിട്ടേ കിട്ടുന്നുള്ളൂ. എങ്കിലും ക്യാമറയുടെ നല്ല പ്രവർത്തനം കൊണ്ട് പലരും ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. CCTV ക്യാമറ പോലെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. കൂടാതെ ഇതിൻ്റെ ഓഡിയോ വീഡിയോ ഔട്ട്പുട്ട് വളരെ ക്ലിയറാണ്. അങ്ങനെ അങ്ങനെ റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടി വേറെ റെക്കോർഡിങ് മീഡിയ വെച്ചിട്ട് റെക്കോർഡിങ് ചെയ്യാനും പറ്റും. ക്യാമറയുടെ റിപ്പയറിങ് സംബന്ധമായിട്ട് ഇനിയും അനേകം ക്ലാസ്സുകൾ കയ്യിലിരിക്കുന്നുണ്ട്. അത് പിന്നീട് അങ്ങനെ 1 by 1 ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഇതിനിടയിൽ പറയുകയാണ്, ബേസിക് ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ട് ഒരു ക്ലാസ് അത് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഏതാണ്ട് 1-2 എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഭാഗത്ത് ഫ്രണ്ടിൽ DVD എജക്റ്റ് ചെയ്ത പോയിൻ്റാണ് കാണുന്നത്. അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ആ ലിവർ മെക്കാനിക്കലായിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്യുമ്പം തുറന്നിങ്ങോട്ട് വരും. നോർമലായിട്ട് അത് പവർ കൊണ്ട് തുറക്കുന്നതാണ്. പവർ കൊണ്ട് തുറന്നില്ലെങ്കിൽ ഫ്രണ്ടിലത്തെ ആ ഭാഗം ഇങ്ങോട്ടേക്ക് ഇളക്കി കഴിഞ്ഞാൽ 4 സ്ക്രൂ ഉണ്ട്. ഏതാണ്ട് ലെൻസ് കവർ എന്ന് എഴുതിയ ആ സ്വിച്ച് അതിങ്ങനെ തട്ടുന്ന അത് വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ മെക്കാനിക്കലായി കൈകൊണ്ട് മാനുവലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പം ഇതിൻ്റെ ഏതാണ്ട് ഫ്ലക്സ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട്, അതായത് കേബിൾ ഫിറ്റ് ചെയ്തു, അങ്ങനെ ഫിക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പീക്കറാണ് ആ ചിത്രത്തിൽ കാണുന്നത്. ഞാൻ പറഞ്ഞു സ്പീക്കർ ചിലപ്പോഴൊക്കെ ഫോൾട്ടായിട്ട് വരാറുണ്ട്. ഇതിലിപ്പോൾ ബാക്കി എല്ലാ ഭാഗവും ക്ലിയറാണ്. ഇതിൻ്റെ ഈ മോണിറ്ററിങ്ങിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതിൽ EVF ഉള്ളത് കൊണ്ട് ചിത്രത്തിൽ കാണുന്ന ഹൈബ്രിഡിൻ്റെ നേരെ വരുന്ന ആ ഭാഗത്ത് ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ ഉണ്ട്. അതിനകത്ത് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും, പ്ലേ ചെയ്യാനും കാണാനും ഒക്കെ പറ്റും. പക്ഷേ ഇതിൻ്റെ മോണിറ്റർ ടച്ച് സിസ്റ്റം ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇത് കേടായി കഴിഞ്ഞാൽ ടച്ച് സിസ്റ്റം വേറെ കിട്ടില്ല. പ്ലേയും മറ്റ് ഫോർവേഡ് റിവൈൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൺ സ്ക്രീനായിട്ട് ടച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് EVF കൂടി സാധ്യമല്ല. സംഭവം ഏതാണ്ട് ഫിക്സായി കഴിഞ്ഞു. ഇതിൻ്റെ ചില കണക്റ്റേഴ്സും മറ്റുമൊക്കെയാണത്. നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. മെമ്മറി കാർഡിലേക്ക് പോകുന്ന മദർ ബോർഡിൽ നിന്ന് വരുന്ന കണക്ഷനാണത്. ഇത് അതിൻ്റെ മേലെ വരുന്ന മെമ്മറിയുടെ സ്ലോട്ടിൻ്റെ പോയിന്റിൽ വരുന്ന ഭാഗം. അത് ഫിക്സ് ചെയ്യുമ്പോൾ പലപ്പോഴും ആ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് അങ്ങോട്ട് പോയി കളയും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് അവിടെ വെച്ച ശേഷം ഒരു സ്റ്റിക്കറും വെച്ചിട്ട് ഒട്ടിച്ചാൽ നേരെ വെക്കാൻ എളുപ്പമായിരിക്കും. ആ ലിഡിൻ്റെ ആ പോയിന്റ്, അത് അതിൻ്റെ ആ സ്റ്റിക്കർ, വൈറ്റ് സ്റ്റിക്കർ കാണുന്നില്ലേ, അത് ഒട്ടിച്ച ശേഷം അവിടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിത്
പോയിന്റിൽ ഇരുത്താം. ഇത് ഫ്രണ്ടിലത്തെ ആ ഭാഗത്ത് വരുന്ന ചെറിയ ഹുക്ക് മാതിരി അതിനകത്ത് കൊളുത്തി നിൽക്കുന്ന ഭാഗം കറക്റ്റായിട്ട് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ അതവിടെ സിറ്റിംഗ് ആവുകയുള്ളൂ. അപ്പോൾ എല്ലാം സിറ്റിംഗ് ആയിട്ടാണുള്ളത്. സ്ക്രൂ ശ്രദ്ധിച്ചിട്ടിടണം, കാരണം ഉള്ളിൽ വരുന്ന സ്ക്രൂ എല്ലാം റെഡ് കളറിലുള്ളതാണ്, ബോഡിക്ക് വരുന്നതെല്ലാം ബ്ലാക്ക് കളറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധമായിട്ട് പറയാനുള്ളത്. ഇതിൽ കൂടുതലായിട്ട് വല്ല സംശയമുള്ളവർ കമൻറ്റ് ചെയ്യുക. സംബന്ധമായി ഏത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരാൻ എപ്പോഴും സന്നദ്ധമാണ്. ഈ ക്യാമറയുടെ ഈ ഫോൾട്ടുകൾ ഈ പറഞ്ഞ വിധത്തിലുള്ളതൊക്കെയാണ് വരാറ്. കോമൺ ആയിട്ട് വരുന്ന ഫോൾട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതലായിട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇതിൻ്റെ മറ്റു മോഡലുകളും ഒക്കെ ഈ മെക്കാനിക്കൽ പാർട്ടും അതുപോലെ തന്നെ ഓപ്പണിംഗ് മെത്തേഡും ബോഡി പാർട്ടും ഒക്കെ സെയിം ആയിട്ടാണുള്ളത്. ഇത് സ്റ്റീരിയോ മൈക്രോഫോൺ മേലെ കാണുന്ന ഭാഗത്ത്, പിന്നെ 25x ഓപ്റ്റിക്കൽ സൂം സിസ്റ്റം ഉണ്ട് ഇതിൻ്റെ ക്യാമറയ്ക്ക്. സിസ്റ്റം വർക്ക് ചെയ്ത് തുടങ്ങി, മോണിറ്ററിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. നേരത്തെ ഇതുപോലെ ചിത്രം കാണുന്നില്ലായിരുന്നു, ഒരു നേരം മങ്ങിയ വിധത്തിൽ ഇങ്ങനെ വൈറ്റ് കളറായിരുന്നു. ഇത് മാറ്റിയ ഭാഗങ്ങളാണ് ഇതിൻ്റെ ഹിഞ്ചസ്, അതുപോലെ തന്നെ ഇതാണ് ഹിഞ്ചസ്, ഇത് ബെൻഡായിപ്പോയ ആ ഭാഗം. ഇപ്പം മാറ്റി നമ്മൾ പുതിയത് ഫിക്സ് ചെയ്തു. ക്യാമറ ചെയ്യുമ്പോൾ കഴിയുമെങ്കിൽ ഓരോ ഭാഗങ്ങളായിട്ട് ഫോട്ടോ എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് ക്യാമറ അയക്കുന്നതെങ്കിൽ ക്യാമറയിൽ മെയിനായിട്ട് അയക്കുകയും ഫിക്സ് ചെയ്യുകയും ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ശ്രമകരമായ ഒരു പണി. അപ്പോൾ അതുകൊണ്ട് ഫോട്ടോ എടുത്ത് വെച്ചാൽ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബേസിക് ഇലക്ട്രോണിക്സിൻ്റെ ഒരു കോഴ്സ് അടുത്ത എപ്പിസോഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി.